ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 വർഷഫലം ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, രോഹിണി, മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് 2026 എങ്ങനെയാകും. ഇപ്പോൾ വർഷഫലമായതുകൊണ്ട് സമയദൈർഘ്യം കൂടാൻ സാധ്യതയുണ്ട്. വിശദമായിട്ടുള്ളൊരു അവലോകനം, നമുക്കൊരു നിരീക്ഷണം ആവശ്യമാണ്. അതുകൊണ്ട് ഈ വീഡിയോ തീരുന്നത് വരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ 2026 എന്ന് പറയുന്നത് ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും പൊതുവെ ആഗ്രഹ സാഫല്യത്തിൻ്റെയും തൊഴിൽ നേട്ടത്തിൻ്റെയും സാമ്പത്തിക സ്ഥിരതയുടെയും പൊതുവെ നമുക്ക് പുതിയ പുതിയ അവസരങ്ങളുടെയും ഒക്കെ ഒരു സാധ്യതകളുടെ വർഷം എന്ന് തന്നെ പറയാം. 2026 ഈ ഫലം പറയുന്നതിന് മുമ്പ് 2026 ഗ്രഹ ഗോചരസ്ഥിതി പൊതുവെ എങ്ങനെയാകും നോക്കാം. ഇപ്പോൾ ഗ്രഹസ്ഥിതിയിൽ പ്രത്യേകിച്ച് സാവധാനത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങൾ രാഹു, അതായത് ശനി, രാഹു, കേതു, ഗുരു, ഈ 4 ഗ്രഹങ്ങളുടെ അവസ്ഥ എങ്ങനെയെന്ന് നോക്കാം. ഇപ്പം ശനി എന്ന് പറയുന്നത് 11 നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് 2026 സഞ്ചാരം. ശനിക്ക് 2026 രാശിമാറ്റമില്ല. ജൂലൈ 27 മുതൽ ആ 11 നിൽക്കുന്ന ശനിക്ക് വക്രസ്ഥിതി വരുന്നുണ്ട്, ഡിസംബർ 11 വരെ. അത് കഴിഞ്ഞാൽ ആ വക്രസ്ഥിതിയൊക്കെ മാറുന്നുണ്ട്. ഇപ്പോൾ രാഹു ഇപ്പോൾ 10 സഞ്ചരിക്കുകയാണ്. ഏറെക്കുറെ വർഷത്തിൻ്റെ അവസാനം വരെ 10 ഡിസംബർ മാസത്തിൽ മാത്രമാണ് ആ രാഹുവിന് 9 രാശിമാറ്റം വരുന്നത്. കേതു 4 സ്ഥിതി ചെയ്യുകയാണ്. കേതുവിനും വർഷാവസാനം വരെ മാറ്റമില്ല. ഡിസംബറിലാവുമ്പോൾ ആ കേതു 3 മാറുന്നുണ്ട്. ഗുരുവിനാണെങ്കിൽ ഗുരു ഇപ്പോൾ ജൂൺ 1 വരെ 2 സഞ്ചരിക്കുകയാണ്. അതിനുശേഷം ഒക്ടോബർ 30 വരെ ആ ഗുരു 3-ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനാവുന്നു. അതിനുശേഷം ആ ഗുരു 4 രാശി മാറുന്നുണ്ട്. അപ്പൊ പൊതുവെ നമുക്ക് വർഷാരംഭം, പ്രത്യേകിച്ച് മാർച്ച് 10 വരെ ആ 2 നിൽക്കുന്ന ഗുരുവിന് വക്രസ്ഥിതിയിലായിരിക്കും. അതിനുശേഷം ആ ഗുരു നേർസഞ്ചാരത്തിൽ. വർഷം അവസാനമാകുമ്പോൾ പ്രത്യേകിച്ച് ഡിസംബർ 13 മുതൽ ആ 4 വരുന്ന ഗുരു വക്രത്തിലാവുന്നു. ഇതാണ് ഗുരുവിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ വർഷാരംഭം, അതായത് ജനുവരി 12 വരെ അഷ്ടമത്തിലായിരിക്കും. അതിനുശേഷം ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും ക്രമേണ നേട്ടത്തിൻ്റെ സ്ഥാനത്തുമൊക്കെ ആ ശുക്രൻ സഞ്ചരിക്കുന്നു. അതുപോലെ സൂര്യനാണെങ്കിൽ വർഷാരംഭം 13 വരെ അഷ്ടമത്തിലായിരിക്കും. അതിനുശേഷം ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും ക്രമേണ നേട്ടത്തിൻ്റെ സ്ഥാനത്തും ആ സൂര്യൻ സഞ്ചരിക്കുന്നു. ചൊവ്വയാണെങ്കിൽ വർഷാരംഭത്തിൽ ജനുവരി 15 വരെ അഷ്ടമത്തിലായിരിക്കും. അതിനുശേഷം ആ ചൊവ്വയും ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും ക്രമേണ നേട്ടത്തിൻ്റെ സ്ഥാനത്തും സഞ്ചരിക്കുന്നു. അതുപോലെ ബുധനും വർഷാരംഭത്തിൽ ഏകദേശം ജനുവരി 16 വരെ അഷ്ടമത്തിലായിരിക്കും. അതിനുശേഷം ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും നേട്ടത്തിൻ്റെ സ്ഥാനത്തും ഒക്കെ ആ ബുധൻ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ 2026 ഈ ഗ്രഹ ഗോചരസ്ഥിതി അനുസരിച്ചുള്ള ഒരു പൊതു ഫലമാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇത് ഗ്രഹഗോചരസ്ഥിതി അനുസരിച്ചുള്ള ഫലമാണ്. എങ്കിലും ഈ ഫലത്തിൽ ഏറ്റക്കുറച്ചിലോ മാറ്റങ്ങളോ വരാം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കൂറുകാരുടെ ദശ 2026 ദശ, അപകാരം, ഛിദ്രം, ഇത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്തോ അനിഷ്ടസ്ഥാനത്തോ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമോ ഛിദ്രമോ ആണോ നടക്കുന്നതെന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഈ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ഫലം പറയുമ്പോൾ ഇടവക്കൂറിൽ ചില ആളുകൾ മാത്രമേ ഇടവലഗ്നക്കാരായിട്ട് വരാറുള്ളൂ.
ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ ലഗ്നരാശികൾ മാറാം. അപ്പോൾ ഈ ലഗ്നരാശി എന്ന് പറയുന്നത് കൂറിൻ്റെ അനിഷ്ട സ്ഥാനങ്ങളിലാണോ വന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനം. അപ്പോൾ ആ ലഗ്ന വ്യത്യാസം അനുസരിച്ച് ദേശാപകാരം, ഛിദ്രം ഇവയൊക്കെ 2026 ഇഷ്ടാനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതാണോ എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ഈ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കുക. നമുക്കാദ്യം 2026 ഈ ഗ്രഹഗോചര സ്ഥിതി അനുസരിച്ച് എങ്ങനെയാണ് ഈ കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി പൊതുവായിട്ട് എന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി 2026 വർഷ ആരംഭം ജനുവരി രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ 8, 9, 10 രാശികളിലാണ് സഞ്ചാരം. ക്രമേണ ഉച്ചരാശിയിലേക്കും വരുന്നുണ്ട്. അപ്പോൾ പൊതുവായിട്ട് പറഞ്ഞാൽ ആരോഗ്യസ്ഥിതി ഫേവറബിൾ ആയിരിക്കും. ശുക്രൻ 6ാം ഭാവാധിപനായിട്ട് 12 സഞ്ചരിക്കുന്നതും ദോഷം നമുക്ക് ചെയ്യുന്നില്ല. അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ഗുരു ജൂൺ 1 വരെ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ്. അതും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് റിക്കവറി, ആശ്വാസമൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണിക്കുന്നുണ്ട്. ഏപ്രിൽ മാസമൊക്കെ ആവുമ്പോൾ ശുക്രൻ അതായത് ജന്മലഗ്ന രാശിയിൽ തന്നെ വരികയാണ്. അപ്പോൾ ജന്മരാശ്യാധിപൻ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു മാളവീയ യോഗാവസ്ഥ വരുന്നു. മാത്രമല്ല ശുക്രൻ 6ാം ഭാവാധിപനാണ്. ആ 6ാം ഭാവാധിപനായ ശുക്രൻ ജന്മരാശിയിൽ വരിക എന്ന് പറയുമ്പോൾ 6ന്റെ അഷ്ടമത്തിലാണ് അത് വരുന്നത്. അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ആശ്വാസം നൽകും. മാരക രോഗങ്ങളിൽ നിന്ന് റിക്കവറി ഉണ്ടാകും. അതുപോലെ തന്നെ ആഗസ്റ്റ് മാസത്തിൽ വരുമ്പോൾ ശുക്രൻ നീചരാശിയിൽ വരുന്നു. ഒക്ടോബറിൽ ശുക്രൻ 6 വക്രത്തിൽ വരുന്നു. ഇതൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത സൂചിപ്പിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അതുപോലെ ആ സമയങ്ങളിൽ നമുക്ക് ഈ ജന്മരാശാധിപനായിട്ടുള്ള ശുക്രൻ നീചരാശിയിലും വക്രത്തിലും ഒക്കെ വരുമ്പോൾ നമ്മൾ അല്പം വ്യായാമം, യോഗ, ധ്യാനം ഇവയൊക്കെ ശീലിക്കുന്നതും അതുപോലെ തന്നെ പ്രിവെൻറ്റീവായിട്ടുള്ള മെഡിക്കൽ കെയറൊക്കെ എടുക്കുന്നതുമൊക്കെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകും. അതുപോലെ തന്നെ ശനി ദൃഷ്ടിയൊക്കെ ജന്മരാശിയിലൊക്കെ ഉള്ള സമയമാണ്. ശനി പൊതുവെ ഈ ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹമാണ് എന്നുള്ളത് കൊണ്ട് വലിയ ദോഷം ചെയ്യില്ല. എങ്കിലും ചെറിയ തോതിൽ ബോഡി പെയിന്, അല്പം ഒരു മെല്ലപ്പോക്ക്, ഒരു ആലസ്യമൊക്കെ ചിലപ്പോൾ ഈ കുറുകാരുടെ ഭാഗത്ത് ആ ശനിയുടെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകാം. അതുപോലെ 4 കേതു സ്ഥിതി ഉള്ള സമയമാണ്. അത് ഡിസംബർ മാസം വരെ ആ സുഖസ്ഥാനത്തൊക്കെ കേതു ഉണ്ട്. അപ്പോൾ നമുക്ക് ചിലർക്ക് ഇപ്പോൾ ഹൃദയ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ലങ്സ് ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രബിൾ ഉള്ളവർ അല്പം പീരിയോഡിക്കലായിട്ടുള്ള ചെക്കപ്പൊക്കെ നടത്തി പ്രിവെൻറ്റീവ് കെയറൊക്കെ എടുത്തു പോകാൻ ശ്രദ്ധിക്കണം. പൊതുവേ നമുക്ക് ഒരു ടെൻഷനൊക്കെ ഉണ്ടാകാനൊക്കെ ആ 4 കേതുവൊക്കെ ചിലപ്പം വഴിതെളിച്ചു എന്നൊക്കെ വരാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ശ്രദ്ധിച്ചു പോകേണ്ടുന്ന ഒരവസ്ഥയായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് തൊഴിൽസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. തൊഴിൽസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്ന രാശാധിപനായിട്ടുള്ള ശുക്രൻ ആദ്യ ക്വാർട്ടറിൽ, അതായത് നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലൊക്കെ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും നേട്ടങ്ങളുടെ സ്ഥാനത്ത് ഉച്ചരാശിയിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മഭാവാധിപനായിട്ടുള്ള ശനിയും നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് 2026. അതുപോലെ ഈ 11ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 6 ദൃഷ്ടി ചെയ്യുന്ന വർഷവും കൂടിയാണ് ആദ്യ പകുതി. അപ്പോൾ തൊഴിൽപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാവും. തൊഴിലിൽ സ്ഥിരത, അത് തൊഴിലിൽ ഉയർച്ച, തൊഴിൽ വഴി സാമ്പത്തിക നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന വർഷമായിട്ട് 2026 കാണാം. മാർച്ച് 10 വരെ ഗുരു വക്രസ്ഥിതിയിലാകയാൽ വർക്ക് പ്ലേസിൽ അല്പം ഫോക്കസ് കൂട്ടണം. കോവർക്കേഴ്സുമായിട്ടൊക്കെ കോൺഫ്രണ്ടേഷൻ ഉണ്ടാകാതെ നോക്കണം. അതുപോലെ തൊഴിൽ അവസരങ്ങളൊക്കെ നമുക്കുണ്ടാകാവുന്ന സമയമാണ്. ഇപ്പോൾ സ്വയം തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. അതുപോലെ വർഷ ആരംഭം ജനുവരി പകുതിയൊക്കെ ആകുമ്പോൾ ആ ചൊവ്വയൊക്കെ ഭാഗ്യസ്ഥാനത്ത്
ഉച്ചസ്ഥാനത്തൊക്കെ വരുന്നുണ്ട്, ഉച്ചസ്ഥിതിയിൽ വരുന്നുണ്ട്. ശുക്രനും ആ ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്, ബുധനും ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്, സൂര്യനും ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്. അതൊക്കെ വളരെ തൊഴിൽപരമായിട്ട് നമുക്ക് അനുകൂലമാകും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് തൊഴിലിടത്തൊക്കെ നമുക്ക് സുപ്പീരിയർ മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഹെൽപ്പൊക്കെ കിട്ടാവുന്ന സമയമാണ്. ഏപ്രിൽ മുതൽ ജൂൺ വരെയൊക്കെ ഗുരു വക്രഗതിയൊക്കെ മാറി നേർസഞ്ചാരത്തിലൊക്കെ വരുന്നത് പ്രത്യേകിച്ച് ധനപരമായിട്ട് വലിയ നേട്ടങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ പുതിയ ജോലിക്കൊക്കെ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന വർഷമായിരിക്കും. ഏപ്രിലൊക്കെ ശുക്രൻ മാളവ്യ യോഗാവസ്ഥയിൽ വരുന്നു. മാത്രമല്ല 6ാം ഭാവാധിപനായ ശുക്രൻ അതിൻ്റെ അഷ്ടമത്തിൽ വരുമ്പോൾ തൊഴിലിലൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നേട്ടങ്ങൾ തൊഴിലിടത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ജൂണിലൊക്കെ ഗുരു 3 ഉച്ചരാശിയിലേക്ക് മാറുന്നുണ്ട്. അത് ജൂൺ മുതൽ അതുപോലെ തന്നെ ഒക്ടോബർ വരെ. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ നമ്മൾ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. അപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മേഖല, മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാം. പുസ്തക ഈ പ്രസാധകർക്ക് അവർക്കൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് വലിയ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതേസമയം ഈ 10ാം ഭാവാധിപനായിട്ടുള്ള ശനി ജൂലൈ 27 മുതൽ 11ാം ഭാവരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. അത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോഴൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അതേസമയം തൊഴിൽ മെച്ചപ്പെടുത്തുന്നതിനെ പറ്റിയുള്ളൊരു ചിന്തയൊക്കെ നമുക്ക് ആ സമയത്ത് ഉണ്ടാകും. പൊതുവെ നമുക്ക് സാമൂഹ്യ ബന്ധം, അതുപോലെ നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ, ഇവയൊക്കെ സാധ്യമാക്കുന്നതിന് അല്പം വർക്ക് കൂട്ടേണ്ടി വരുന്ന സമയമായിട്ട് ആ ജൂലൈ മുതലുള്ള സമയത്ത് നമ്മൾ കാണണം. അപ്പോൾ തൊഴിലിലൊക്കെ പൊതുവെ ഒരു മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒക്ടോബറിൽ ജന്മലഗ്ന രാശാധിപനായുള്ള ശുക്രൻ 6 വക്രത്തിലാകുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ തൊഴിലിലൊക്കെ ചിലപ്പോൾ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. വർക്കിൽ ചിലപ്പോൾ ശ്രദ്ധ കുറഞ്ഞു എന്ന് വരാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു കെയർ വേണം. ശനിയും വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം കൂടെയാണ്. കർമ്മകാരകനായിട്ടുള്ള ശനിയും വക്രത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ രാഹുവൊക്കെ വർഷ അവസാനം ഡിസംബറിൽ 10ലേക്ക് ഡിസംബർ വരെ 10 രാഹു ഉണ്ട്. അപ്പോൾ അതിനുശേഷം ആ രാഹു മാറുന്നുണ്ട്. അപ്പോൾ തൊഴിൽ മാറ്റത്തിനും അതുപോലെ ഉയർന്ന തൊഴിലിനുള്ള ശ്രമങ്ങൾക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. അതേസമയം നമ്മൾ ഈ തൊഴിൽ സംബന്ധമായിട്ട് പ്രത്യേകിച്ച് കർമ്മസ്ഥാനത്തേക്ക് രാഹുവൊക്കെ നിൽക്കുന്ന വർഷമായതുകൊണ്ട് നമ്മൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള എന്ത് തീരുമാനവും ഇപ്പം പെട്ടെന്നൊക്കെ തിടുക്കത്തിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ എടുത്തു ചാടി തൊഴിൽ മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. തൊഴിൽ മാറ്റം അഥവാ അനിവാര്യമായിട്ട് വരികയാണെങ്കിൽ അത് ഗുണാനുഭവം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഗുണം ഉണ്ടാകുന്ന പുതിയ മേഖലയാണോ എന്നൊക്കെ മനസ്സിലാക്കി അത്തരത്തിലുള്ളൊരു തീരുമാനമൊക്കെ എടുത്തു പോകാൻ ഈ കുറുകാർ ശ്രദ്ധിക്കുക. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി എന്ന് പറയുന്നത് മാർച്ച് വരെ ബിസിനസ്സിൽ ശക്തമായിട്ടുള്ള മുന്നേറ്റമൊക്കെ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് കർമ്മകാരകനായിട്ടുള്ള കർമ്മഭാവാധിപനായിട്ടുള്ള ശനി, അതുപോലെ ബിസിനസ്സുകാരകനായിട്ടുള്ള ബുധൻ, അതുപോലെ 7ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ, അതുപോലെ 11ാം ഭാവാധിപനായിട്ടുള്ള ഗുരു, ശുക്രൻ, ഇവയൊക്കെ തന്നെ ഇഷ്ടസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ബിസിനസ്സിൽ നമുക്ക് വലിയ മുന്നേറ്റം ആദ്യത്തെ 3 മാസം പ്രതീക്ഷിക്കാം. വരുമാനം കൂടും, ലാഭവർധനം ഉണ്ടാകും. അപ്പോൾ പൊതുവേ നമുക്ക് കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും ഒക്കെ തന്നെ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെയൊക്കെ ഒരു സഹായം വളരെ അനുകൂലമായിട്ട് വരുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് ബിസിനസ്സിൽ വിജയത്തിന് നിർണായകമായ ഘടകങ്ങളായിട്ട് മനസ്സിലാക്കുക. നമുക്ക് എന്തെങ്കിലും ബിസിനസ്സിലൊക്കെ മത്സരങ്ങൾ വന്നാൽ തന്നെയും ആ മത്സരങ്ങളെയൊക്കെ അതിജീവിക്കാനൊക്കെ കഴിയും. അതുപോലെ പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ സാങ്കേതിക വിന്യാസങ്ങളൊക്കെ ബിസിനസ്സിൽ
കൊണ്ടുവരികയും അതൊക്കെ നമുക്ക് ബിസിനസ്സിനെ വിജയതലങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് തന്നെ മനസ്സിലാക്കുക. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ശനിയൊക്കെ വക്രത്തിലാകുന്നു. അതുപോലെ 11-ലാണ് ആ ശനിയെങ്കിലും അതുപോലെ 11-ാം ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും 11-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഉച്ചസ്ഥിതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഗുരു 11 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 11 നിൽക്കുന്ന ശനി വക്രത്തിൽ പോകുന്നുവെങ്കിലും 11-ാം ഭാവാധിപൻ 11 ഉച്ചരാശിയിൽ നിന്നുകൊണ്ട് ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് നമുക്ക് ഒക്ടോബർ വരെ വളരെ നേട്ടങ്ങൾ നമുക്കുണ്ടാകും. ബിസിനസ്സിൽ വലിയ ദോഷമൊന്നും ചെയ്യില്ല എന്നും കൂടെ മനസ്സിലാക്കുക. നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ വരുമ്പോൾ ആ 7-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 7-ൽ തന്നെ ദൃഷ്ടി വരുന്നു. അപ്പോൾ പൊതുവെ നമുക്ക് ബിസിനസ്സുകാർക്ക് ഒരു നേട്ടത്തിൻ്റെ പുരോഗതിയുടെ വർഷമായിട്ട് 2026 കാണാം. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2ഉം 5ഉം ഭാവാധിപനാണ് ബുധൻ. ആ ബുധൻ വർഷാരംഭം ഇഷ്ടസ്ഥാനങ്ങളിലാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ 2-ല് പ്രത്യേകിച്ച് ഗുരുവിൻ്റെയൊക്കെ സ്ഥിതിയുണ്ട്. ജൂൺ 1 വരെ ആ ഗുരു 2-ൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഗ്രഹസ്ഥിതികൾ പൊതുവെ നമുക്ക് പഠനത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് സൂചിപ്പിക്കുന്നത്. അതായത് പഠനത്തിലൊക്കെ നമുക്ക് ഫോക്കസ് കൂടും. ഇപ്പോൾ മാർച്ച് 10 വരെ ആ ഗുരുവിന് 2-ൽ വക്രസ്ഥിതി ഉണ്ട് എങ്കിലും അത് നമുക്ക് വലിയ ദോഷം ചെയ്യുന്നില്ല. കാരണം മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി അനുകൂലമാണ്, പഠനത്തിന് സഹായകമാണ്. മാർച്ച് മാസം നമ്മൾ അല്പം ശ്രദ്ധിക്കണം. കാരണം മാർച്ച് മാസത്തിൽ ഈ 2ഉം 5ഉം ഭാവാധിപനായിട്ടുള്ള ബുധനൊക്കെ വക്രസ്ഥിതി വരുന്നുണ്ട്. അപ്പോൾ ഗുരുവൊക്കെ മാർച്ച് 10 വരെ വക്രസ്ഥിതിയിലാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ മാർച്ച് മാസത്തിൽ പഠനത്തിൽ അല്പം ഡൈവേർഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം, കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം. അതുപോലെ പഠന സംബന്ധമായിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോകാനുള്ളൊരു ശ്രമമൊക്കെ ആ സമയത്ത് ഉണ്ടാകും. മാർച്ച് 10 മുതൽ ജൂൺ 1 വരെ ഗുരുവൊക്കെ നേർസഞ്ചാരത്തിൽ ആകുന്നു. ഏപ്രിൽ മാസവും ബുധൻ നീചസ്ഥിതനാണെങ്കിലും 5-ൽ ബുധൻ്റെ ഉച്ചദൃഷ്ടി വരുന്നുണ്ട്. അതൊക്കെ പഠന മികവിന് സഹായകമാകും. അതുപോലെ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ പ്രത്യേകിച്ച് ഗുരു 3-ൽ ഉച്ചസ്ഥിതനാണ്. ബുധൻ്റെ സ്ഥിതി ഒക്കെ തന്നെ അനുകൂലമാണ്. അപ്പം ഉന്നത പഠനം, ഗവേഷണം ഇവയിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ 3-ാമത്തെ ക്വാർട്ടർ, അതായത് സെപ്റ്റംബർ വരെയുള്ള സമയമൊക്കെ വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ഉയർന്ന സ്ഥാപനങ്ങളിലൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് ശുക്രനും ഗുരുവും ഒക്കെ യോഗം ചെയ്തു വരുന്നുണ്ട് ജൂണിൽ. അതൊക്കെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ, 3-ൽ ഗുരു നിൽക്കുന്നു, 3-ൽ ശുക്രൻ വരുന്നു. അപ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ശക്തമാകും. ലേണിംഗ് സ്കില്ലൊക്കെ കൂടുന്ന സമയമായിരിക്കും എന്നും കൂടെ പറയാം. അതേസമയം ജൂലൈ മാസത്തിൽ ബുധൻ വക്രസ്ഥിതനാകുന്നുണ്ട്. ജൂലൈ ആകുന്നു. അതുപോലെ ആഗസ്റ്റിൽ ജന്മലഗ്ന രാശ്യാധിപനായ ശുക്രനും നീചസ്ഥിതിയിലൊക്കെ വരുന്നുണ്ട്. അതുപോലെ ശനിയുടെ വക്രദൃഷ്ടി വരുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ പഠനത്തിലും കമ്മ്യൂണിക്കേഷനിലും ഒക്കെ അല്പം ശ്രദ്ധ കൂട്ടണം. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്നവർ, മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവ പഠനത്തെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വിലയിരുത്തലുമൊക്കെ ആ സമയത്ത് വേണം. വർഷ അവസാനമൊക്കെ ആകുമ്പോൾ ഗുരു 4-ലേക്ക് മാറുന്നു. അത് പോസിറ്റീവായിട്ടുള്ള നേട്ടങ്ങൾ തരും. പൊതുവേ നമുക്ക് ഇമോഷണലായിട്ടുള്ള ഒരു സംതൃപ്തി നമുക്ക് ലഭിക്കുന്ന സമയമായിരിക്കും. ഒക്ടോബറിൽ ഈ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ 6-ൽ വക്രത്തിലാകുന്നതിനാൽ ഉന്മേഷം, ഊർജ്ജസ്വലതയൊക്കെ പഠനത്തിൽ ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. ആ സമയം ഒരു ശ്രദ്ധ കൊടുത്ത് പോവുക. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ധനഭാവത്തിൽ 11-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു നിൽക്കുകയാണ് ജൂൺ 1 വരെ. അതുപോലെ 2-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ വർഷ ആരംഭമൊക്കെ 9, 10, 11 ഭാവരാശികളിൽ സഞ്ചരിക്കുന്നുണ്ട്. 11-ൽ ശനിയുണ്ട്. ഇപ്പോൾ ശനിയാണെങ്കിൽ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം യോഗകാരകനായിട്ടുള്ളൊരു ഗ്രഹമാണ്. യോഗകാരകനായിട്ടുള്ള ഗ്രഹം നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ പൊതുവേ നമുക്ക് ധനപരമായിട്ട് 2026 നേട്ടങ്ങളുടെ വർഷമാകും എന്ന് തന്നെ പറയാം. ധനസ്ഥിരതയൊക്കെ ഉണ്ടാകും. ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യും. ആദ്യ ക്വാർട്ടറിൽ,
അതായത് നമുക്ക് മാർച്ച് വരെ എടുത്ത് നോക്കുമ്പോൾ ആ ഗുരു 11ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ധനസ്ഥാനത്താണെങ്കിലും വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ വക്രത്തിൽ ആ ഗുരു ധനസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ധനവരവ് മെച്ചപ്പെടുത്തുന്നതിനുള്ള അല്ലെങ്കിൽ ധനവരവ് കൂട്ടുന്നതിനുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകും. അതിനുള്ള പദ്ധതികൾ, അതിനുള്ള മാർഗങ്ങൾ ഒക്കെ ആവിഷ്കരിക്കുന്ന സമയമായിരിക്കും. മാർച്ച് 10 കഴിയുമ്പോൾ ആ ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നു. അത് ധനസ്ഥാനത്ത് നേർസഞ്ചാരത്തിൽ വരുമ്പോൾ അത് നമുക്ക് ധനപരമായിട്ട്, പ്രത്യേകിച്ച് 11ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 2 നേർസഞ്ചാരത്തിൽ വരുമ്പോൾ ധനാഗമം കൂടും, ധനവരവ് ഉണ്ടാകും, സമ്പാദ്യം വർദ്ധിക്കും, ബാങ്ക് ബാലൻസ് ഒക്കെ കൂടാനൊക്കെ സാധ്യതയുള്ള സമയമായിട്ട് നമുക്ക് ഈ മാർച്ച് മുതൽ ജൂൺ 1 വരെയുള്ള സമയത്തെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ആ സമയത്ത് ഉണ്ടാകും, ധനസ്ഥിരതയൊക്കെ ഉണ്ടാകും, കുടുംബത്തിലും വരുമാനം കൂടുന്ന സമയമായിരിക്കും. പൊതുവേ നമുക്ക് സന്തോഷ അനുഭവങ്ങൾ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. ഏപ്രിൽ മുതൽ ജൂൺ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഏപ്രിൽ ആ ശുക്രനൊക്കെ ജന്മരാശിയിലൊക്കെ വരുന്ന സമയമാണ്. ജന്മരാശ്യാധിപൻ മാളവീയ യോഗ അവസ്ഥയിൽ തന്നെ വരുന്നു. അത് ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചില സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ അത് വഴിതെളിക്കുന്നുണ്ട്. ഇപ്പോൾ കടബാധ്യതകളൊക്കെ തീർക്കാനാകും. ഇപ്പോൾ ധനഭാവാധിപൻ ബുധൻ മെയിലൊക്കെ ആവുമ്പം ധനസ്ഥാനത്ത് തന്നെ വരുന്നുണ്ട്. അതും സമ്പാദ്യം കൂടുന്നതിന് സഹായകമാണ്. ഇപ്പോൾ ജൂണിൽ ധനകാരകനായിട്ടുള്ള ആ ഗുരു 11ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 3 ഉച്ചരാശിയിലേക്ക് വരുന്നുണ്ട്. ആ ഉച്ചരാശിയിൽ നിന്നുകൊണ്ട് 11 ആ ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ധനാഗമം കൂട്ടുന്നതിന് സഹായകമാണ്. പൊതുവെ സാമ്പത്തിക നില ഭദ്രമാകുന്ന സമയം എന്ന് തന്നെ പറയാം. ഇപ്പോൾ ജൂലൈ മുതൽ 11 നിൽക്കുന്ന ശനി വക്രത്തിലാകുന്നു എങ്കിലും ആ 11ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 11 ദൃഷ്ടി ചെയ്യുന്നതും അത് ഉച്ചരാശിയിൽ നിന്ന് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. സാമ്പത്തികമായിട്ടുള്ള ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ശനിയുടെ വക്രസ്ഥിതി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള ചിന്തകളൊക്കെ നമുക്ക് കൂടുതൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം. എങ്കിലും നമ്മൾ ഈ ശനി 11 വക്രത്തിലാകുമ്പോൾ നമ്മൾ ഈ ചില ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കുന്നതിന് അല്പം എക്സ്ട്രാ എഫർട്ടൊക്കെ വേണ്ടി വരുന്ന സമയം എന്നും കൂടെ മനസ്സിലാക്കുക. വർഷാവസാനമൊക്കെ ആകുമ്പോൾ നവംബറിലൊക്കെ ആ ഗുരു സുഖസ്ഥാനത്ത് വരുന്നു. ശനിയുടെ വക്രസ്ഥിതിയൊക്കെ ഡിസംബറിൽ മാറുന്നു. അപ്പോൾ നമുക്ക് പൊതുവെ ഈ കുടുംബത്തിൽ കുടുംബ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന്, ഇപ്പോൾ അസറ്റുകൾ പർച്ചേസ് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ വസ്തുക്കളായാലും അതുപോലെ വീട്, വാഹനം ഇവയൊക്കെ വാങ്ങുന്നതിനും ആസ്തിയൊക്കെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ചിലപ്പോൾ അവസാന സമയത്തൊക്കെ ഉണ്ടാകാം. ഇപ്പോൾ പൊതുവേ നമുക്ക് സാമ്പത്തികമായിട്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന ഒരു വർഷമായിട്ട് 2026 കാണാം. ഇനി നമുക്ക് ഈ വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും 2026 എങ്ങനെയൊക്കെ ആകുമെന്ന് നോക്കാം. ഇപ്പോൾ ജനുവരി പകുതിയൊക്കെ കഴിയുമ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. 7ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഉച്ചരാശിയിലേക്ക് ഇഷ്ടസ്ഥാനങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. ശുക്രനും അനുകൂല സ്ഥാനത്താണ്. ഇപ്പോൾ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ മെയ് ആദ്യവാരം അതുപോലെ ജൂൺ പകുതി വരെയുള്ള സമയം ഒഴിച്ച്, അപ്പോൾ അതായത് ഈ മെയ് ആദ്യവാരം മുതൽ ജൂൺ ആദ്യ പകുതി വരെയുള്ള സമയം ഒഴിച്ച് നമ്മൾ വർഷത്തിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. വിവാഹത്തിനും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. വിവാഹം വഴിയൊക്കെ ഭാഗ്യ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാവുന്ന വർഷമായിട്ടും കൂടെ കാണുന്നുണ്ട്. കമിതാക്കൾക്കും പൊതുവെ അനുകൂല സമയമായിരിക്കും. പ്രണയ വിവാഹത്തിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. ഇപ്പോൾ വർഷ ആരംഭം ചൊവ്വ, ബുധൻ, ശുക്രനൊക്കെ ഭാഗ്യസ്ഥാനത്തുകൂടെ സഞ്ചരിക്കുന്നു. ഭാഗ്യഭാവാധിപനായിട്ടുള്ള ശനിയും നേട്ടത്തിൻ്റെ സ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ശനിയുടെ ദൃഷ്ടിയൊക്കെ 5ലുണ്ട്. ഭാഗ്യഭാവാധിപനായിട്ടുള്ള ശനി ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനമായ 5ൽ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് പ്രണയബന്ധം വഴിയൊക്കെ ഭാഗ്യ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ജൂൺ മുതൽ ഒക്ടോബർ വരെ ഗുരു ഉച്ചസ്ഥനായിട്ട് ഉച്ചരാശിയിൽ നിന്നുകൊണ്ട് 7ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ 7ാം ഭാവാധിപനായുള്ള ചൊവ്വ ജന്മരാശിയിൽ
ജൂൺ ജൂലൈ മാസത്തിൽ നിന്ന് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ സമയങ്ങളെല്ലാം തന്നെ വിവാഹം, ദാമ്പത്യ ബന്ധം ഇവയ്ക്കൊക്കെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകും എന്ന് തന്നെ പറയാം. അതേസമയം ആഗസ്റ്റ് നവംബർ മാസങ്ങളിൽ ശുക്രന് നീചസ്ഥിതി വരുന്നുണ്ട്. അതുപോലെ ശനി വക്രത്തിൽ ആകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പൊതുവെ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം ചില തെറ്റിദ്ധാരണകൾ, അവരുടെ ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി ദാമ്പത്യ ബന്ധത്തിൽ പൊതുവെ ചെറിയ ഒരു സന്തോഷ കുറവൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതം നോക്കുമ്പോൾ ജൂൺ വരെ ഗുരു 2-ലുണ്ട്. മാർച്ച് 10 വരെ ഗുരു വക്രത്തിലായിരിക്കും. 2-ലാണ് ഗുരു നിൽക്കുന്നതെങ്കിലും മാർച്ച് 10 വരെ ആ 2 നിൽക്കുന്ന ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്നു. അതിനുശേഷം ആ ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നു. അപ്പം 2ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഫെബ്രുവരി ലാസ്റ്റ് വാരം മുതൽ മാർച്ച് ആദ്യ 3 വാരം വരെ വക്രത്തിലാണ്. ആ സമയത്ത് കുടുംബത്തിൽ അല്പം കമ്മിറ്റ്മെൻ്റ് ഒക്കെ കുറയുന്നതിനും കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പം 4-ലൊക്കെ കേതു സ്ഥിതിയുള്ള സമയമാണ്. പൊതുവെ കുടുംബത്തിലൊക്കെ ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലൊരു തൃപ്തിക്കുറവൊക്കെ വരാൻ സാധ്യതയുണ്ട്. കുടുംബകാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു ഡിറ്റാച്ച്മെൻ്റ് ആണ് കാണുന്നത്. അപ്പോൾ കുടുംബ പ്രശ്നങ്ങൾക്ക് പൊതുവെ നമുക്ക് ഈ മാർച്ച് 11 മുതൽ ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നത് കുടുംബത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. കുടുംബത്തിലെ കമ്മിറ്റ്മെൻ്റൊക്കെ മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമമൊക്കെ നമുക്കുണ്ടാകും. കുടുംബത്തിൽ സുഖാനുഭവങ്ങൾ ഉണ്ടാകും എന്ന് പറയാം. അതേസമയം ജൂൺ 2 മുതൽ ഗുരു 3-ല് ഉച്ചസ്ഥിതനാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അഷ്ടമഭാവാധിപനായിട്ടുള്ള ഗുരുവാണ് 3-ല് വരുന്നത്. അതൊക്കെ നമുക്ക് നമ്മുടെ ഇപ്പോൾ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി, ഇൻഹെറിറ്റൻസ് വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ജൂലൈയിലൊക്കെ ശുക്രൻ സുഖസ്ഥാനത്ത് വരുന്നുണ്ട്. അപ്പോൾ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സന്തോഷാനുഭവങ്ങൾ, അതുപോലെ കുടുംബത്തിലൊക്കെ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. ഒക്ടോബർ കഴിയുമ്പോൾ ഗുരു 4-ലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അത് ഈ 4 നിൽക്കുന്ന കേതുവിൻ്റെ ദോഷമൊക്കെ കുറയ്ക്കാൻ സഹായകമാണ്. ഡിസംബർ 4-ലൊക്കെ കേതു 3-ലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അവയൊക്കെ നമുക്ക് അവസാനമൊക്കെ കുടുംബ ജീവിതത്തിലൊക്കെ സുഖാനുഭവങ്ങൾ ഉണ്ടാകും, സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. ഇൻഹെറിറ്റൻസ് വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും. ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ ബന്ധുക്കൾ വഴിയൊക്കെ കുടുംബത്തിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വർഷമായിട്ട് 2026 കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.